പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അന്ത്യോക്യ സഭയുടെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് ക്ലാസ് തുടരുകയാണ്. 1-ാം അധ്യായത്തിന്റെ തന്നെ 4-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ആരംഭിക്കുക. ഇന്നും സഭയെക്കുറിച്ചുള്ള, സഭയുടെ ലക്ഷണം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് നാം നേരത്തെയുള്ള ക്ലാസ്സിൽ കേട്ടുകൊണ്ടിരുന്നത്. ഇന്നത് തുടരാം. ശ്ലൈഹിക സത്യവിശ്വാസത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ ആ പ്രവൃത്തി കൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ സഭയ്ക്കിതരന്മാരായി തീർന്നു പോകുന്നു. എന്നാൽ വിശുദ്ധ റൂഹായോടത്രേ അവർ എതിർക്കുന്നത്. അപ്പോൾ മുതൽ അവർ സഭയ്ക്ക് മൃതർ ആണ്. സഭയുടെ ജീവൻ വിശുദ്ധ റൂഹായാണ്. സഭയെ നയിക്കുന്നത് വിശുദ്ധ റൂഹായാണ്. വിശുദ്ധ റൂഹായുടെ വ്യാപാരത്താൽ നിർബന്ധങ്ങളായ വേദസത്യങ്ങളെ, വിശ്വാസ സത്യങ്ങളെ ഒരുവനോ ഒരു സമൂഹമോ വ്യത്യാസപ്പെടുത്തുമ്പോൾ അത് മഹാപാപമായി, ഇഹത്തിലും പരത്തിലും മോചനമില്ലാത്ത പാപമായി തീരുന്നു. ഇപ്രകാരം വിശ്വാസ വ്യത്യാസങ്ങൾ വരുത്തുന്നവരെ വേദവിപരീതികൾ എന്ന് വിളിക്കുന്നു. എന്നാൽ മറ്റു ചിലർ ഏകവിശുദ്ധ സഭയിൽ നിന്ന് വേർപെട്ട് നിന്നുകൊണ്ട് ഏകസഭയുടെ തലവനെ അനുസരിക്കാതിരിക്കുമ്പോൾ അവരെ ശീഷ്മക്കാർ, സ്കിസ്മാറ്റിക്സ് എന്ന് വിളിക്കുന്നു. വേദവിപരീതികളുടെ നിലയാകട്ടെ ശീഷ്മക്കാരുടെ നിലയാകട്ടെ ദൈവഹിതത്തിന് യോജിച്ചതല്ല. തന്റെ സഭ എന്നേക്കും ഏകമായിരിക്കണമെന്ന് താൻ ഇച്ഛിക്കുന്നു. എന്നാൽ സ്വാർത്ഥത, ലോകബഹുമാനാകാംക്ഷ മുതലായവയാൽ സഭയിൽ പിളർപ്പുണ്ടാക്കുകയും അങ്ങനെ കാലക്രമത്തിൽ വേദവിപരീതം ഉത്ഭവിക്കുകയും ചെയ്യുന്നവർ മിശിഹായുടെ ഏക ശരീരത്തെ മുറിക്കുന്നവരാണ്. ശീഷ്മ വേദവിപരീതത്തിലേക്ക് മനുഷ്യനെ ആനയിക്കുന്ന പാതയാകുന്നു. ഏകസഭയുടെ സത്യാംഗങ്ങൾ ഏകമായ സത്യവിശ്വാസത്തിനു വേണ്ടി ആത്മീയമായി പോരാടുമ്പോൾ അവർ മിശിഹായ്ക്ക് വേണ്ടി മരിക്കുവാനും തയ്യാറാകുന്നു. അതുകൊണ്ടാണ് നാം പാടുന്നത്, തുക്കപ്പെട്ടു മരത്തിൽ വിലാവു തുറന്ന ചവളം, രക്തം വെള്ളമോടൊഴുകും മശിഹായേ സഹദേന്മാർ കണ്ടങ്ങോടി മരിപ്പാനായി കർത്താവിൻ പേർക്കെല്ലാരും. ഇവിടെ സൂചിപ്പിക്കുന്നത് മിശിഹായും വിശുദ്ധ സഭയും ഒന്നാകുകയാൽ മിശിഹായാകുന്ന സഭ പീഡിപ്പിക്കപ്പെട്ട് നൊമ്പരപ്പെട്ടപ്പോൾ അതിനുവേണ്ടി ക്രിസ്തുവാകുന്ന സഭയ്ക്ക് വേണ്ടി ജീവൻ നൽകുവാൻ സഹദേന്മാർ ഓടിച്ചെന്നു എന്നാണ്. അങ്ങനെ ആദ്യ നൂറ്റാണ്ടുകളിൽ 10,000-കണക്കിന് വിശുദ്ധർ തങ്ങളുടെ ജീവനെ കർത്താവിന്റെ സഭയാകുന്ന വിശുദ്ധ അന്ത്യോക്യ സഭയ്ക്ക് നൽകി. വിശുദ്ധ പത്രോസ്ലീഹ, പൗലോസ്ലീഹ ഉൾപ്പെടെയുള്ള സ്ലീഹന്മാർ, വിശുദ്ധ ഇഗ്നാത്യോസ് തോറോനോ, വിശുദ്ധ ഗീവർഗീസ് സഹദ, വിശുദ്ധ പോളിക്കാർപ്പ്, അന്ത്യോക്യ സിംഹാസനാധിപന്മാരായ പരിശുദ്ധ പാത്രികീസന്മാർ തുടങ്ങി വിശുദ്ധ സഭയുടെ 10,000-കണക്കിന് വിശുദ്ധരും സഭാംഗങ്ങളും AD 325 വരെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവനെ നൽകി. അത് പിന്നെയും തുടർന്നു. എല്ലാം ക്രിസ്തുവിന് വേണ്ടി തന്റെ ശരീരമാകുന്ന ഏക വിശുദ്ധ സഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. ഈ ആത്മീയ യുദ്ധം ഇന്നും തുടരുന്നു. ലോകത്തിന്റെ അന്ത്യം വരെ തന്റെ മണവാട്ടി സഭയ്ക്ക് അതുണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കാരണം ശത്രുവായ സാത്താൻ ഏതുദ്ദേശത്തിനു വേണ്ടിയാണോ ഏദൻ തോട്ടത്തിൽ കടന്നത്, അതേ ലക്ഷ്യത്തിനു വേണ്ടി ക്രിസ്തുവിന്റെ സഭയുടെ സത്യവിശ്വാസം അമൂല്യമാണെന്ന് മറ്റാരേക്കാളും അവൻ അറിയാമെന്നത് ഉള്ളതുകൊണ്ട് പാപത്തിന്റെ കയത്തിൽ മുങ്ങിത്താഴുന്നവർക്ക് രക്ഷയുടെ പെട്ടകമാകുന്ന സഭയെ ഇല്ലായ്മ ചെയ്യുക എന്നത് അവന്റെയും അവന്റെ കൂട്ടാളികളുടെയും ലക്ഷ്യമാകയാൽ അതിനുവേണ്ടി അവൻ പോരാടിക്കൊണ്ടിരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ശീഷ്മയിലോ വേദവിപരീതത്തിലോ വീണുപോയവരുടെ പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലും പ്രത്യേകിച്ച് കുർബാനയിലും സത്യവിശ്വാസികൾ സംബന്ധിച്ചുകൂടാ. കാരണം അങ്ങനെ സംബന്ധിക്കുന്നത് മൂലം കാതോലികമായ ഏക വിശുദ്ധ സഭയുടെ സത്യത്തെ അവർ നിഷേധിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇനി കാനോനിക നിയമങ്ങൾ പരിശോധിക്കാം. 1. വിശ്വാസി വേദവിപരീതിയാൽ സംസ്കരിക്കപ്പെടരുത്. അത്യാവശ്യം വരികയും സത്യവിശ്വാസിയായ പട്ടക്കാരൻ ഇല്ലാതെ വരികയും ചെയ്യുന്ന പക്ഷം വിശ്വാസികളാൽ, അതായത് അൽമായക്കാരാൽ അവൻ സംസ്കരിക്കപ്പെടട്ടെ. ബാറബ്രായ. 2. വേദവിപരീതികളുടെ കുർബാനയിൽ നിന്ന് മരണകരമായ വിഷത്തിൽ നിന്നെന്ന പോലെ ഓടിയൊളിച്ചുകൊള്ളണം. 3. വേദവിപരീതികൾക്ക് വേണ്ടി ഓർമ്മ കുർബാന അർപ്പിക്കുവാൻ സത്യവിശ്വാസിയായ പട്ടക്കാരന് ന്യായമല്ല, ലീസോസ്. 4. വേദവിപരീതികളുടെ കബറിങ്കൽ പ്രാർത്ഥനയ്ക്കോ രോഗശാന്തിക്കോ പോകുവാൻ വിശുദ്ധ സഭയുടെ മക്കൾക്ക് അനുവാദമില്ല. അപ്രകാരം ചെയ്യുന്നവന് ഒരു നിശ്ചിത കാലത്തേക്ക് വിശുദ്ധ കുർബാന കൊടുത്തുകൂടാ. അവൻ പാപം ചെയ്തുപോയി എന്ന് അനുതപിച്ച് ഏറ്റുപറയുമ്പോൾ സ്വീകരിക്കപ്പെടാം. ലവദോക്യ 9-ാം നിശ്ചയം. വേദവിപരീതികളുടെയും ശീഷ്മക്കാരുടെയും പ്രയത്നം മൂലം എത്ര പിളർപ്പുണ്ടായാലും മിശിഹായുടെ സഭ എന്നും ഏകമായി സ്ഥിതി ചെയ്യും. എന്നാൽ സഭയുടെ ശിരസ്സാകുന്ന മിശിഹ ആഗ്രഹിക്കുന്നത് സത്യവിശ്വാസത്തിൽ അപ്പസ്തോലികമായ വിശ്വാസവും കൈവപ്പുമുള്ള സഭയിൽ എല്ലാവരും ഒന്നായി നിൽക്കണമെന്നത്രേ. 4. സഭ വിശുദ്ധമാകുന്നു. ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാവുന്നതാണ്.